ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രാമായണത്തിൻ്റെ ക്വിസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ രാമായണത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം ഏത്? ഉത്തരം രാമായണം. ആദികവി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷി ആര്? ഉത്തരം വാൽമീകി. രാമായണം നിർമ്മിതിക്കായി വാൽമീകിയോട് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം ബ്രഹ്മാവ്. അടുത്ത ചോദ്യം, രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? ഉത്തരം 6. അടുത്ത ചോദ്യം, ശ്രീരാമനും സീതയുമായി അവതരിച്ചത് ആരെല്ലാമാണ്? ഉത്തരം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും. ദശരഥ മഹാരാജാവിൻ്റെ 3 ഭാര്യമാർ ആരെല്ലാം? ഉത്തരം കൗസല്യ, കൈകേയി, സുമിത്ര. അടുത്ത ക്വസ്റ്റ്യൻ, മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദശരഥൻ അനുഷ്ഠിച്ച യാഗമേത്? ഉത്തരം പുത്രകാമേഷ്ടി യാഗം. അടുത്ത ചോദ്യം, അയോധ്യയുടെ കുലഗുരു ആര്? ഉത്തരം വശിഷ്ഠൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൗമിത്രി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണൻ. അടുത്ത ചോദ്യം, വിശ്വാമിത്രൻ്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ ആരെല്ലാം? ഉത്തരം മാരീചൻ, സുബാഹു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താടകയെ വധിച്ചതാര്? ഉത്തരം ശ്രീരാമൻ. ജനക രാജധാനിയിൽ വെച്ച് ശ്രീരാമൻ ഒടിച്ച വില്ലിൻ്റെ പേരെന്താണ്? ഉത്തരം ത്രയംബകം. അടുത്ത ചോദ്യം, ഗൗതമ മുനിയുടെ ശാപം കൊണ്ട് ശിലയായി മാറിയത് ആര്? ഉത്തരം അഹല്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയത് ആര്? ഉത്തരം ശ്രീരാമൻ. അടുത്ത ചോദ്യം, ജാനകി എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം സീത. അടുത്ത ചോദ്യം, ലക്ഷ്മണന്റെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം ഊർമിള. ഭരതന്റെ ഭാര്യ ആരാണ്? ഉത്തരം ശ്രുതകീർത്തി. അടുത്ത ചോദ്യം, രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു? ഉത്തരം കുലഗുരുവായ വശിഷ്ഠന്റെ. അടുത്ത ചോദ്യമാണ്, മന്ദര ആരായിരുന്നു? മന്ദര ആരായിരുന്നു? ഉത്തരം കൈകേയിയുടെ ദാസിയായിരുന്നു മന്ദര. ഉത്തരം കൈകേയിയുടെ ദാസി. അടുത്ത ചോദ്യം, രാമന്റെ പട്ടാഭിഷേകം മുടക്കാൻ കൈകേയിയെ ഉപദേശിച്ചത് ആരാണ്? രാമന്റെ പട്ടാഭിഷേകം മുടക്കാൻ കൈകേയിയെ ഉപദേശിച്ചത് ആരാണ്? ഉത്തരം മന്ദര. അടുത്ത ക്വസ്റ്റ്യൻ, കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ട 2 വരം എന്തൊക്കെയായിരുന്നു?
കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ട 2 വരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉത്തരം: 1. ഭരതനെ രാജാവാക്കണം. 2ാമത്തെ വരമായിരുന്നു രാമനെ 14 വർഷം വനവാസത്തിന് അയക്കണം. ഇത് രണ്ടുമായിരുന്നു കൈകേയി ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ട വരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ: വനവാസത്തിന് പുറപ്പെട്ട സീതാരാമ ലക്ഷ്മണന്മാരുടെ തേർ തെളിയിച്ചത് ആര്? വനവാസത്തിന് പുറപ്പെട്ട സീതാരാമ ലക്ഷ്മണന്മാരുടെ തേർ തെളിയിച്ചത് ആര്? ഉത്തരം: സുമന്ത്രർ. അടുത്ത ചോദ്യം: സപ്തർഷികൾ ആരെല്ലാം? സപ്തർഷികൾ ആരെല്ലാം? ഉത്തരം: മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രതു, വശിഷ്ഠൻ. ഇവരാണ് സപ്തർഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദശരഥന്റെ മരണവാർത്ത രാമനെ അറിയിച്ചതാര്? ദശരഥന്റെ മരണവാർത്ത രാമനെ അറിയിച്ചതാര്? ഉത്തരം: വശിഷ്ഠൻ. വശിഷ്ഠ മഹർഷിയാണ് ശ്രീരാമനെ ദശരഥന്റെ മരണവാർത്ത അറിയിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ശ്രീരാമനു വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ചത് എങ്ങനെ? ശ്രീരാമനു വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ചത് എങ്ങനെ? ഉത്തരം: ശ്രീരാമപാദുകം സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. ശ്രീരാമപാദുകം സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഭരതൻ രാജ്യം ഭരിച്ചിരുന്നത്. അടുത്ത ചോദ്യം: രാവണന്റെ അമ്മയുടെ പേരെന്ത്? രാവണന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? ഉത്തരം: കൈകസി. കൈകസി എന്നായിരുന്നു രാവണന്റെ അമ്മയുടെ പേര്. രാവണന്റെ അച്ഛൻ്റെ പേര് എന്താണ്? രാവണന്റെ അച്ഛൻ്റെ പേര് എന്താണ്? ഉത്തരം: വിശ്രവസ്. ഉത്തരം: വിശ്രവസ് എന്നായിരുന്നു രാവണന്റെ അച്ഛൻ്റെ പേര്. അടുത്ത ചോദ്യം: മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം അദ്ദേഹത്തിന് നൽകിയതാര്? മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം അദ്ദേഹത്തിന് നൽകിയത് ആരായിരുന്നു? ഉത്തരം: ബ്രഹ്മാവ്. ബ്രഹ്മാവായിരുന്നു രാവണന് ഈ വരം നൽകിയിരുന്നത്. അടുത്ത ചോദ്യം: രാവണന്റെ സഹോദരി ആരാണ്?
രാവണൻ്റെ സഹോദരി ആരാണ്? ഉത്തരം ശൂർപ്പണഖ. ഉത്തരം ശൂർപ്പണഖയാണ് രാവണൻ്റെ സഹോദരി. അടുത്ത ചോദ്യം, രാവണന് ചന്ദ്രഹാസം എന്ന വാൾ സമ്മാനമായി നൽകിയത് ആര്? രാവണന് ചന്ദ്രഹാസം എന്ന വാൾ സമ്മാനമായി നൽകിയത് ആര്? ഉത്തരം ശിവൻ. ശിവഭഗവാനായിരുന്നു ചന്ദ്രഹാസം എന്ന വാൾ നൽകിയിരുന്നത്. അടുത്ത ചോദ്യം, രാവണൻ്റെ പത്നിയുടെ പേരെന്ത്? രാവണൻ്റെ പത്നിയുടെ പേരെന്ത്? ഉത്തരം മണ്ഡോദരി. രാവണനെ വാലിൽ വരിഞ്ഞുകെട്ടിയ വാനര രാജാവ് ആരാണ്? രാവണനെ വാലിൽ വരിഞ്ഞുകെട്ടിയ വാനര രാജാവ് ആരാണ്? ഉത്തരം ബാലി. ബാലിയാണ് രാവണനെ വാലിൽ വരിഞ്ഞുകെട്ടിയ വാനര രാജാവ്. അടുത്ത ചോദ്യം, രാവണൻ്റെ പുത്രൻ ആരായിരുന്നു? രാവണൻ്റെ പുത്രൻ ആരായിരുന്നു? ഉത്തരം മേഘനാഥൻ. സീതാപഹരണ സമയത്ത് പൊന്മാനായി മാറിയ രാക്ഷസൻ ആര്? സീതാപഹരണ സമയത്ത് പൊന്മാനായി മാറിയ രാക്ഷസൻ ആര്? ഉത്തരം മാരീചൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ രാമായണ ക്വിസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ, ബൈ.